കാര്യവിചാരം 68. മനസ്സ് ശുദ്ധമാകണം. 5-ാം ഭാഗം. വ്യർത്ഥമായ പ്രതീക്ഷ. ആരെങ്കിലും കൊണ്ടുവന്ന് തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങൾ ചെയ്യാനുള്ള കർത്തവ്യം നിറവേറ്റൂ. നിങ്ങളുടെ കർമ്മം ചെയ്യൂ. എന്നിട്ട് മാത്രം പ്രതിഫലത്തിന് പ്രതീക്ഷിക്കൂ. ആരിൽ നിന്നോ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ നിരാശയുണ്ടാകും. പ്രതീക്ഷ മിതപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതൊക്കെ അറിയണം. നിങ്ങൾക്ക് എന്തു വേണം എന്ന് ചോദിക്കുന്നതിന് ശ്രമിക്കുക. എനിക്ക് എന്ത് തരുമെന്നല്ല. നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നല്ല സുഹൃത്തുക്കളെ ഓർക്കുന്നില്ലേ? അവർ അങ്ങനെയല്ലായിരുന്നോ? ഓർത്തു നോക്കൂ. അവനവനുള്ളതിനോട് അഭിമാനം വേണം. അതുതന്നെ നന്ന് എന്ന് തോന്നണം. അപ്പോൾ അന്യൻ്റേത് കൈക്കലാക്കണമെന്ന മിഥ്യ മാറിക്കിട്ടും. ആരുടെയും സൗജന്യത്തിനായി ഒന്നും പ്രതീക്ഷിക്കാതെയും ഇരിക്കണം. വില കൂടിയതും ആഡംബരമുള്ളതുമായ സമ്മാനങ്ങൾ കുട്ടികൾ പ്രതീക്ഷിക്കരുത്. രക്ഷിതാക്കൾ കുട്ടികൾക്ക് അങ്ങനെയുള്ളത് നൽകുകയും അരുത്. സമ്മാനങ്ങൾ പ്രതീകാത്മകമായിരിക്കണം. നേട്ടങ്ങൾക്ക് അനുയോജ്യമായത്, ലളിതമായത്. ചെറുതിനാണ് സൗന്ദര്യം. ബർത്ത്ഡേ ആഘോഷങ്ങൾ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതും ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതുമായിരിക്കണം. ഒരു പ്രകടനമാകരുത്. ഏത് പ്രശ്നത്തിനുമുണ്ട് പരിഹാരം. അത് കൃത്യസമയത്ത് ചെയ്യണം. ശരിയായിരിക്കണം. ഈ നിമിഷത്തേക്കാൾ ഇനി ഒരു നല്ല നിമിഷം വരാനില്ല എന്നുണ്ട് ഒരു ഇംഗ്ലീഷ് പഴമൊഴി. അതുപോലെ തെറ്റായ ഒരു പരിഹാരം പ്രശ്നം കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. പരിഹാരം രോഗത്തേക്കാൾ ദോഷകരമാകരുത് എന്ന് ബേക്കൺ പറയും. തെറ്റ് നമ്മുടേതാണെങ്കിൽ അത് സമ്മതിക്കണം. അതിൽ പശ്ചാത്തപിക്കണം. ഇതുതന്നെ ഒരു പ്രശ്നപരിഹാരമാണ്. കുട്ടികൾ അറിയേണ്ടതാണിത്. യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. രണ്ടും തെറ്റ് തന്നെ. എന്നാൽ സാത്താൻ ഉള്ളിൽ കുടിയേറി. യൂദാസ് പശ്ചാത്തപിക്കാൻ തയ്യാറായില്ല. മറിച്ച് പത്രോസാണെങ്കിൽ തൻ്റെ തെറ്റിനെ ഓർത്ത് ഭിന്നനായി പശ്ചാത്തപിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തുവചനങ്ങളിൽ ലോകമെമ്പാടും പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒന്നാമത്തെ ക്രിസ്തു ശിഷ്യനായി വാഴ്ത്തപ്പെട്ടു. യോഹന്നാൻ 12:6, 15, 16. തെറ്റിദ്ധാരണയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. സമചിത്തതയോടെ ഒന്നിനെ സമീപിച്ചാൽ പല തെറ്റിദ്ധാരണകളും മാറിക്കിട്ടും. കടം വാങ്ങരുത്. വാങ്ങിയാൽ തന്നെ കൃത്യമായി തിരിച്ചു കൊടുക്കണം. വാങ്ങുന്നയാളിൻ്റെ ഉത്തരവാദിത്വമാണത്. പ്രശ്നങ്ങളിൽ അധികവും പണസംബന്ധിയാണെന്ന് മറക്കരുത്. ദുരുപദേശം സ്വീകരിക്കരുത്. കൂട്ടുകാരിൽ പലരും പറയുന്നത് അപ്പാടെ വിശ്വസിക്കരുത്. കൗമാരക്കാർ നന്നായി ആലോചിക്കണം. സന്ദർഭമനുസരിച്ച് ശരിയോ തെറ്റോ നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ, മറ്റൊരാളെ ദ്രോഹിക്കുന്നതാണോ എന്നൊക്കെ നോക്കണം. ശകുനി ദുര്യോധനെ വല്ലാതെ ആകർഷിച്ചത് അയാളുടെ ദുരുപദേശത്തിലൂടെയാണ്. സാവധാനത്തിൽ അത് ആശ്രിതത്വമായി തീർന്നു. ശകുനി പറയുന്നത് എന്ത് മാത്രമേ ദുര്യോധനൻ പ്രവർത്തിക്കൂ. ഒടുവിൽ അത് അയാളുടെ നാശത്തിൽ കലാശിച്ചു. ദുരുപദേശികൾക്ക് പ്രത്യേക ആകർഷണ സ്വഭാവമുണ്ട്. തടസ്സമാവരുത്. മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ തടസ്സമുണ്ടാക്കുന്നത് നന്നല്ല. വിജയിയോട് അസൂയ തോന്നുമ്പോൾ ചിലർ അയാളുടെ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ താൽക്കാലിക ലാഭമുണ്ടാകുമായിരിക്കും. മിക്കപ്പോഴും അതൊന്നുമില്ലാതെ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ന്യൂനചിന്ത മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. വെറുതെ ഊർജം കളയാമെന്നേ ഉള്ളൂ. ഒരാളുടെ മനസ്സമാധാനം കെടുത്തുമ്പോൾ ചിലർക്ക് വല്ലാതെ സന്തോഷം തോന്നും. നമ്മുടെ രാജ്യത്തെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇത്തരം പലരെയും കാണാം. ഇക്കൂട്ടർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിലൂടെ പ്രതിയോഗിയുടെ മനോവീര്യം കെടുത്തുകയല്ല, അയാളെ കൂടുതൽ സജ്ജനാക്കുകയാണ്, ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. വിജയമന്ത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ലക്ഷ്യമുണ്ടാകണം. ലക്ഷ്യബോധമുണ്ടാകണം. പ്രവൃത്തി ഈ നിമിഷമാണ്, നീട്ടിവെക്കാനുള്ളതല്ല. ഇരുട്ടിൽ തിരയുന്നതെന്തിന്? വെളിച്ചം തേടൂ. നിരാശ കളയൂ. ഏത് പ്രശ്നത്തിനുമുണ്ട് പരിഹാരം. അപകർഷതാബോധം അകറ്റൂ. ആത്മാഭിമാനം വളർത്തൂ. ആകർഷിക്കൂ. ആകർഷണ വലയം സൃഷ്ടിക്കൂ. സത്യത്തെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കൂ.
ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ, ഒഴിഞ്ഞു മാറരുത്. മനസ്സിലെ മാറാലകൾ നീക്കൂ, സാത്വിക ബുദ്ധി വളർത്തിയെടുക്കൂ. കാണുക, കേൾക്കുക, തിരിച്ചറിയുക, ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. നൽകുന്നതേ ലഭിക്കൂ, നല്ലതിന് നല്ലതും തീയതിന് തീയതും. നാം ഭാവന ചെയ്യുന്നതെന്തും നമുക്ക് നേടാൻ സാധിക്കും, സാധ്യമാണ്, സാധ്യമാകും, സാധ്യമാക്കും. തോൽവി വിജയത്തിൻ്റെ നാന്ദിയാണ്. ക്ഷമ എന്ന ആദ്യ പാഠം മറക്കാതിരിക്കൂ. എന്തിനു വിഷമിക്കണം? ഈശ്വരൻ നമുക്കൊപ്പമല്ലേ?